ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും സർക്കാരും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ ഇതോടുകൂടി പൊളിയുകയാണ്. മറ്റൊന്നുമല്ല, CJP പ്രതിഷേധത്തിനിടയിൽ 2500ഓളം വിദ്യാർത്ഥികൾക്കെതിരെ ഡൽഹി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകളെല്ലാം തന്നെ റദ്ദ് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് സമരക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു ഉറപ്പ് പാഴ്വാക്കായി മാറുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കേസുകൾ ഭൂരിഭാഗവും ക്രിമിനൽ കേസുകളാണ്. ക്രിമിനൽ കേസുകൾ റദ്ദാക്കാനുള്ള അവകാശം സർക്കാരുകൾക്കില്ല. അതിനാൽ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ഭൂരിഭാഗവും കോടതിയിൽ എത്തുകയും ഈ വിഷയങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന അപ്ഡേറ്റാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സാരമായിട്ട് ബാധിക്കുവാണ്ട് ഇടയുള്ള ഒരു അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഈ ഒരു CJP പ്രതിഷേധം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ റീലുകളും മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും അങ്ങനെ റീലുകളും മറ്റു പോസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒരു നല്ല വാർത്തയുണ്ട്. മറ്റൊന്നുമല്ല, ഡൽഹി പോലീസ് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്ത ആളുകൾക്കെതിരെ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഡൽഹി പോലീസ് ഫോം ചെയ്തു എന്നൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് കണ്ടു നോക്കാം. In Delhi police, major action has been initiated regarding offensive posts about the Prime Minister made on various social media platforms during the Jantar Mantar protest and the Delhi violence. Crude comments and videos containing abusive language directed towards the Prime Minister have been removed. Delhi police has issued notice to various social media platforms asking them to immediately act upon the notice and take down these offensive posts. So more on that, let me bring in Simran into the conversation. So Simran, both Meta as well as X getting these notices from Delhi police? Well, absolutely. In fact, Delhi police has taken the cognizance of all the objectionable content and the social media posts that have been targeting Prime Minister Narendra Modi and also abusing him in several different posts, the incriminatory posts that have come in on social media in regards with the violence and the misinformation that was actually at the agenda of many anti-social elements through the entire protest to mobilize and galvanize this support in the name of the CJP protest. And Delhi police has taken action against all of these posts that were targeting the government, and categorically Prime Minister Narendra Modi. They have been removed, and Delhi police is also monitoring very closely on the social media activity of those accounts that have been identified and tracked earlier as well. They're also linking their past history with the kind of internet activity that they have been involved in to also ascertain what really is the background of these social media accounts and from where do they trace their history of also spreading misinformation on social media. Right. സോ ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഡൽഹി പോലീസ് നോട്ടീസുകൾ അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിച്ചുകൊണ്ടും പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടും ചെയ്തിരിക്കുന്ന വീഡിയോസും മറ്റു കാര്യങ്ങളും എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന്. അതുകൂടാതെ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം തന്നെ വരും കാലയളവിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജാൻമണി ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും വെള്ളം കുടിക്കുമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഒന്നും തന്നെ റദ്ദ് ചെയ്യാണ്ട് സാധിക്കില്ല. ഇതിനകത്ത് ആകപ്പാടെ 2 കേസുകളെ റദ്ദ് ചെയ്യാൻ പറ്റൂ. അതിലൊന്നാമത്തത് അന്യായമായി സംഘം ചേർന്നു, പിന്നെ രണ്ടാമത്തത് നിരോധനാജ്ഞ ലംഘിച്ചു. ഈ 2 കേസുകൾ മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന് പിൻവലിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി പോലീസുകാരെ ആക്രമിച്ചതുൾപ്പെടെയുള്ള കേസുകൾ ഒന്നും തന്നെ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നൊരു ന്യൂസാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയുടെ ഒരു വിധി ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ BJPയുടെ MLA ആയിട്ടുള്ള V മുരളീധരൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകിയിരുന്നു. അതായത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരെ ചാർത്തിയ കേസുകൾ പിൻവലിക്കുമോ എന്ന് നിയമസഭയിൽ V മുരളീധരൻ MLA നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭക്തർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകളിൽ ക്രിമിനൽ ഒഫൻസീവ് അല്ലാത്ത കേസുകൾ മാത്രമേ പിൻവലിക്കാണ്ട് സർക്കാരിന് അധികാരമുള്ളൂ എന്നാണ്. അതിനാൽ തന്നെ ഈ ഒരു നിലപാട് തന്നെയാണ്
CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുവാൻ സാധ്യതയുള്ളത്. അഥവാ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഈ ഒരു കേസുകളെല്ലാം തന്നെ പിൻവലിച്ചാലും അത് കോടതിക്ക് സ്വമേധയാ കേസെടുക്കാവുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഗവൺമെൻറ് പല പറയൂ സെക്ടർ പറഞ്ഞ എനിക്ക് 2-3 കോൾ വന്ന് മിന്നലെ മുണ്ടില് നിങ്ങളെന്താ വിചാരം, നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ ആണ് വിചാരം. അപ്പം ആയിക്കോട്ടെ, എനിക്കറിയാം നിങ്ങൾ എവിടെ താമസിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതാണ് അൺനോൺ നമ്പറായിട്ട് വരും. അത് നമ്പറിട്ട് പോലെ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ത്രെറ്റനിങ് കോൾ വരും. പിന്നെ ഈ ടെററിസ്റ്റ് ആണ് ആയിക്കോട്ടെ, ടെററിസ്റ്റ് ആയിക്കോട്ടെ. കാരണം നിങ്ങളാണ് ടെററിസ്റ്റ് ആക്കിയല്ലേ. കാരണം ഗവൺമെൻറ് ഗവൺമെൻറ് കറക്റ്റ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കറക്റ്റ്ലി ഇപ്പോൾ ആ പേപ്പർ ലീക്ക് ആവുന്ന ടൈമിൽ ക്ലോസ് ആക്കി എല്ലാം കറക്റ്റ്ലി ഇൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മരിച്ചു പോകുന്ന കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ എക്സാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഈ പ്രൊട്ടസ്റ്റിൻ്റെ ആവശ്യകത ഉണ്ടായിട്ടില്ല. ആരെ പ്രൊട്ടസ്റ്റ് ചെയ്യുമോ?